രജിൻ കേൾക്കാമോ? യെസ്. നോക്കൂ, ഈ കോൺഗ്രസ് ഈ സമരത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം അറിയാമല്ലോ. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മുതലെടുക്കാനുള്ള വളരെ കൃത്യമായ ഒരു നീക്കം ഡൽഹി ജന്തർ മന്ദറിൽ കണ്ടു. പക്ഷെ നോക്കൂ, ഇപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ, പഞ്ചാബിൽ, കർണാടകയിൽ, തെലങ്കാനയിൽ ഒക്കെ ഇത്തരത്തിൽ സമരം നടക്കുകയാണ് ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്. ഈ ജാർഖണ്ഡിലേക്കൊക്കെ ഒന്ന് രാഹുൽ പോകേണ്ടതല്ലേ? അവിടെ യഥാർത്ഥ വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒത്തുകൂടിയത് വളരെ കുറച്ച് വിദ്യാർത്ഥികളും മറ്റു ചിലരുമായിരുന്നു ആ സമരത്തിൽ അണിനിരുന്ന 99% എന്ന് പറയുന്നത്. പക്ഷെ ജാർഖണ്ഡിൽ നമ്മൾ കാണുന്നത് അവിടെ പരീക്ഷ എഴുതി കബളിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ജാർഖണ്ഡിൽ കാണുന്നത്. ഒന്ന് പോയിക്കൂടെ രാഹുലിന് അവിടെ വരെ? നോക്കൂ നീലിമ, നമ്മുടെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതായത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലായാലും അത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇപ്പോ ഡൽഹിയിൽ ഒരു സമരം നടക്കുകയും ആ സമരം വലിയ രീതിയിൽ വ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ട അവസ്ഥയും ഉണ്ടായി എന്ന് കരുതി ബാക്കി എല്ലാ ഇടങ്ങളിലേക്കും മാത്രം നോക്കിക്കൊണ്ടിരുന്നില്ല. ഡൽഹിയുമായി ബന്ധപ്പെട്ട് ഇന്നും അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥി സമരങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് അറിയാത്ത ഒരു ഗവൺമെന്റായി കേന്ദ്ര സർക്കാർ മാറിയിരിക്കുകയാണ്. വളരെ മോശകരമായ ഓരോ സമരങ്ങളെയും അടിച്ചമർത്തുന്ന രീതിയിലേക്ക് നമ്മളെല്ലാം സമരപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ. ഈ പറയുന്ന BJP-യുടെ വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, CPM-ന്റെ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അല്ലെങ്കിൽ യുവജന സംഘടനകളും ഒക്കെ സമര രംഗത്ത് നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള സമര രംഗത്ത് നിൽക്കുന്നവർക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല ഡൽഹിയിലെ സമരം എന്ന് പറയുന്നത് ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട നേരിട്ട കേന്ദ്ര സർക്കാരിന്റെ നയം ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് ഒരിക്കലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് നേരിടേണ്ടി വന്ന, നമ്മുടെ ഭാവി തലമുറയ്ക്ക് നേരിടേണ്ടി വന്ന വലിയ പ്രശ്നം, ആ പ്രശ്നങ്ങൾക്ക് കോൺഗ്രസ് എങ്ങും മാറി നിന്നിട്ടില്ല. കോൺഗ്രസ് ആദ്യം മുതൽ 2014 അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം, ഈ പറയുന്ന പരീക്ഷാ ചോർച്ചയും മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോർച്ചകളെല്ലാം അതായത് വേദികളിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചതാണ്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും ഇന്ത്യയിലെ NSUവും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട സമരരംഗത്ത് അതാത് പ്ലാറ്റ്ഫോമിൽ നിന്ന് സമരം ചെയ്തവരാണ്. ഇന്നും ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന വിദ്യാർത്ഥികളോട് കാണിച്ച അനീതി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഗവൺമെന്റും നമ്മുടെ ഭാവി തലമുറയാണ്, ആ തലമുറയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്തത് ശരിയല്ല എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അത് ഏത് സംസ്ഥാനത്തായാലും ഈ പറയുന്ന ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള ചോർച്ച നടക്കുകയാണെങ്കിൽ അതിനൊന്നും ആരും ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനെ ഒന്നും ന്യായീകരിച്ച് മുന്നോട്ട് പോകാറുമില്ല. ഈ പറയുന്ന രീതിയിലേക്ക്, പക്ഷെ അതിനെ ന്യായീകരിക്കുന്നു പോകുന്ന രീതിയിലേക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട സംഘടനകളും മാറിയത് സത്യം പറഞ്ഞാൽ വളരെ വളരെ മര്യാദയില്ലാത്ത രീതിയിലേക്കാണ് അവർ മാറിയിരിക്കുന്നത്. കാരണം നമ്മളെല്ലാം സമര സംഘടനകളാണ്. ഒരു സമര സംഘടനയോട് എന്ത് നീതി ഇല്ലായ്മയാണ് അവിടുത്തെ പോലീസ് കാണിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പെല്ലറ്റ് ഗൺ ഉൾപ്പെടെയുള്ളവ പ്രയോഗിച്ചിട്ട് അതൊന്നും പ്രയോഗിച്ചില്ല എന്ന് പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് അവിടെയുള്ള കുട്ടികൾക്ക് ഏറ്റ പ്രഹരം എണ്ണി കാണിക്കുകയാണ്. താങ്കൾക്ക് ടെലിവിഷൻ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നമാണ്. അവിടുത്തെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ചേർന്ന് നടത്തുന്ന സമരമാണ്. ആ സമരപന്തലിൽ എത്ര പേരുണ്ടെന്ന് നോക്കൂ. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഈ ജാർഖണ്ഡിൽ ആകെ ആ പരീക്ഷാ ചോദ്യപേപ്പറിൽ 300 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 299.75% മാർക്ക് നേടിയ ഉദ്യോഗാർത്ഥിക്ക് പോലും അവിടെ ഉദ്യോഗം കിട്ടിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് രജൻ അറിയാമോ? നോക്കുന്നില്ല, ജാർഖണ്ഡിലെ വിഷയം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നല്ലോ. 10,000-കണക്കിന് ആളുകളാണല്ലോ ഡൽഹിയുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തത്. ഇങ്ങനത്തെ ദൃശ്യങ്ങളാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ ഡൽഹിയുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങളിൽ നിങ്ങൾക്ക് കാണിക്കുവാനുള്ളത്? ഡൽഹിയുമായി ബന്ധപ്പെട്ട് സമരം ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ അങ്ങേക്ക് കാണണമോ? പല ചർച്ചകളിലും ഇവിടെ വന്നിരുന്ന ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. അവിടെ സുരക്ഷാ ജീവനക്കാരെ
ഒരു ജനക്കൂട്ടം വന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ, അവിടെ പോലീസുകാർക്ക് നേരെ കല്ലെറിയുന്ന ദൃശ്യങ്ങൾ, കോടിക്കണക്കിന് രൂപ വില വരുന്ന പൊതുമുതൽ അടിച്ചു തകർക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ രജിൻ രാജ്യതലസ്ഥാനത്ത് കണ്ടതാണ്. അതിനൊക്കെ എതിരെ വളരെ കൃത്യമായ നടപടി എടുത്തിട്ടുമുണ്ട്. പിന്നെ താങ്കൾ പറയുന്ന ഈ നീറ്റ്, ആ പരീക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും രണ്ടാമത് പരീക്ഷ നടത്തി ഇപ്പോൾ പ്രവേശന നടപടികൾ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനെതിരെയൊന്നും യാതൊരു വിധത്തിലുള്ള വിമർശനവും ഉയർന്നിട്ടില്ല. ഇപ്പോൾ വീണ്ടും വീണ്ടും പുതിയ ക്യാപ്സൂളുകൾ ഇറക്കി നിങ്ങളുടെ വീഴ്ച മറച്ചുവെക്കാനുള്ള കൃത്യമായ ശ്രമം നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജാർഖണ്ഡിലെ ഒന്ന് മറുപടി പറയൂ. ജാർഖണ്ഡിൽ ഈ വിദ്യാർത്ഥി പ്രതിഷേധത്തെ, ഈ വിദ്യാർത്ഥികളെ ഒന്ന് അനുനയിപ്പിക്കാൻ നിങ്ങളുടെ രാഹുൽ പോകാത്തത് എന്താണ്? പ്രിയങ്ക പോകാത്തത് എന്താണ്? നിങ്ങൾ ഇപ്പോൾ അരുമയായി കൊണ്ടു നടക്കുന്ന CJP-കാരും പോവാത്തത് എന്താണ്? ഇവരോടൊക്കെ ഒന്ന് പറയൂ. ജാർഖണ്ഡിലേക്ക് കൂടി ഒന്ന് പോയി അവിടുത്തെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൂടി ഒന്ന് കേട്ട് വരാൻ. ഇപ്പോ നിങ്ങൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നടന്ന വീഴ്ച, ഡൽഹിയുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ച മറച്ചു വെക്കുവാൻ വേണ്ടി ജാർഖണ്ഡിലെ പറ്റിയോ കർണാടകയെ പറ്റിയോ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു പോകാം. പക്ഷേ മനുഷ്യന്റെ കരുണയുള്ള മനുഷ്യരാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പൊതുപ്രവർത്തകരായാലും മാധ്യമപ്രവർത്തകരായാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ക്രൂരമായ പോലീസ് ആക്രമണം ഡൽഹിയിൽ നടന്നു. യൂണിഫോം ഇടാത്ത പോലീസുകാരാണ് അവിടെ ആക്രമിച്ചത്. അത് പോലീസുകാരാണോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ളവർ പോലീസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു അക്രമകാരികൾ വന്ന് അവിടുത്തെ സാധാരണ കുട്ടികളെ നിങ്ങളുടെ CJP-യുടെ നേതാവ് അഭിജിത് ദീപ്കെ പറയുന്നുണ്ടായിരുന്നു, ഈ അക്രമം കാണിച്ചത് മുഴുവൻ, ഈ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അക്രമം കാണിച്ചത് മുഴുവൻ BJP ഗുണ്ടകളാണ്, BJP പ്രവർത്തകരാണ് അക്രമകാരികളുടെ രൂപത്തിലെത്തി അവിടെ വലിയ ആക്രമണം നടത്തിയത്, ഞങ്ങൾ നിസ്സഹായരാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത്ര ബോധ്യമുണ്ടെങ്കിൽ അവിടെ നടന്ന പോലീസ് നടത്തിയ ലാത്തിചാർജിനെയൊക്കെ നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അപലപിക്കുന്നത് എന്തിനെയാണ്? എവിടെയാണ് അങ്ങ് കേട്ടില്ലേ പറഞ്ഞതൊന്നും? ഡൽഹിയുമായി ബന്ധപ്പെട്ട അതെ ഡൽഹിയുമായി ബന്ധപ്പെട്ട അക്രമങ്ങളെ ന്യായീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ആ അക്രമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ നിരീക്ഷണം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് എന്താണ് നിരീക്ഷണം? അതെ, സുപ്രീം കോടതിയുടെ ഈ പറയുന്ന പ്രതിപക്ഷത്തെ വിട്, കോൺഗ്രസിനെ വിട്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ എന്താണ് പറഞ്ഞത് ഒന്ന് പറയൂ. അതിലൊരു ക്ലാരിറ്റി വരുത്തിയിട്ട് പോവാം നമുക്ക്. സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണം എന്ന് പറയുന്നത് സുപ്രീം കോടതി അവിടെ അന്വേഷണവുമായി ഈ കാണിച്ച നടപടി ശരിയല്ല എന്നല്ലേ പറഞ്ഞത്? എലക്ട്രിക് ഗൺ ഉപയോഗിച്ച് ശരിയല്ല എന്നല്ലേ പറഞ്ഞത്? അതുമായി ബന്ധപ്പെട്ടല്ലേ പറഞ്ഞത്? എന്ത് കാണിച്ച ശരിയല്ലെന്നാ പറഞ്ഞത്? ഈ അക്രമം നടത്തിയത് ആരക്രമം നടത്തിയത്? പോലീസ്, ഡൽഹി പോലീസ് അല്ലേ? പോലീസിന് നേരെ പെപ്പർ സ്പ്രേ അടിച്ചതാരാ? പോലീസിന് നേരെ കല്ലെറിഞ്ഞതാരാ? പോലീസിന് നേരെ ലോക്സ് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചതാരാ? അവിടുത്തെ പോലീസ് വണ്ടികൾ തല്ലി തകർത്തതാരാ? ഇവർക്കാരാ? നിങ്ങൾക്കറിയാലോ, കോൺഗ്രസിന് അറിയാലോ ഇതൊക്കെ ചെയ്താരാണ്. റജിൻ അറിയാം. റജിൻ പറയും, സുപ്രീം കോടതി എന്താ ന്യായീകരിച്ചത്? പറയുന്നേ, നിങ്ങൾ പറയും. ഇതൊക്കെ ചെയ്ത ആളുകൾ ആരാണെന്ന് നിങ്ങൾ പറയും. ഞാൻ പറയുന്നില്ല, കാരണം എനിക്കറിയില്ലല്ലോ. നിങ്ങൾക്ക് എല്ലാം അറിയാം. കാരണം നിങ്ങൾ സുപ്രീം കോടതി തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നാണ്. സുപ്രീം കോടതി ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നാണ്. നിങ്ങളാണ് പറയുന്നത് അവിടെ അക്രമം അഴിച്ചുവിട്ടത് ഇന്ന ആളുകളാണ്. നിങ്ങൾക്കറിയാം, കാരണം നിങ്ങളാണ് ആ അക്രമം അഴിച്ചുവിട്ട ആളുകളെ എല്ലാം ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ തെളിയിക്ക്. നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ റജിനോട് വളരെ ഉത്തരവാദിത്തോട് ചോദിക്കുന്നു, പോലീസിന് നേരെ പെപ്പർ സ്പ്രേ എറിഞ്ഞത് ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി കിടക്കുന്നു. ആ വനിതാ പോലീസ് കോൺസ്റ്റബിളിന് നേരെ ആകാശത്ത് നിന്ന് ഉൾക്ക വീണതല്ലോ, അല്ലെ? ആകാശത്ത് നിന്ന് ഉൾക്ക വീണതല്ലോ വനിതാ കോൺസ്റ്റബിളിന്റെ ദേഹത്ത്, അല്ലല്ലോ. അപ്പൊ നിങ്ങളത് പറയും, ആരാണ് എന്താണ്? ഞാൻ തർക്കിക്കുന്നില്ല റജീൻ, ഞാൻ തർക്കിക്കുന്നില്ല. ഞാൻ ചോദിച്ചത് സുപ്രീം കോടതിയുടെ നിരീക്ഷണം നിങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക, ജനങ്ങൾ കേൾക്കട്ടെ. ഞങ്ങൾ റെഡിയാണ്. അത് പറഞ്ഞിട്ട് എന്താണ്? സുപ്രീം കോടതി നിരീക്ഷണം വന്നത് എന്താണ് നടത്തണമെന്നല്ലേ പറഞ്ഞത്? എന്താണ് നിരീക്ഷണം? അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോതാ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തൊട്ടടുത്ത് ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ പറയും അവിടെ വിദ്യാർത്ഥികളായിട്ടുള്ള 18 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്കെതിരെ കേസെടുക്കരുത്. അത് ഞങ്ങൾ പറഞ്ഞ പ്രോമിസാണ്, ഞങ്ങൾ എടുക്കുകയില്ല. അതിനോടൊപ്പം
അതിൽ ക്രിമിനൽ പ്രതികൾ ഉണ്ടെങ്കിൽ ആ ക്രിമിനൽ പ്രതികൾക്കെതിരായിട്ടുള്ള നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാം. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടി വന്ന സാഹചര്യം എന്താണെന്ന് കോടതിയെ ബോധിപ്പിക്കണം. ആ ബോധിപ്പിക്കുന്നത് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനെ പോലീസിനെ വിമർശിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിനകത്തുണ്ട്. നിങ്ങളത് വായിച്ചു നോക്ക്. അല്ല നന്ദു, സുപ്രീം കോടതി നിരീക്ഷണത്തിനകത്ത് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഞാൻ തർക്കിക്കുന്നില്ലല്ലോ. വായിച്ചു നോക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. വായിച്ചു നോക്കിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. വെറുതെ വന്നിരുന്നു കോൺഗ്രസ് പഠിപ്പിച്ചു വിടുന്ന ക്യാപ്സ്യൂൾ വെറുതെ വന്നിരുന്നു തള്ളരുത്. നിങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഞാൻ പറഞ്ഞ ഒരു വാക്കിനെ ഖണ്ഡിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. വായിച്ചു നോക്ക്. വായിച്ചു നോക്കിയിട്ട് ഖണ്ഡിക്ക്. ഒരു വാക്ക് ഖണ്ഡിക്ക്. അല്ല താങ്കൾ ഇതിനെ അസ്വസ്ഥപ്പെടുന്നത്. എനിക്കൊരു അസ്വസ്ഥതയില്ല. കള്ളം പറഞ്ഞു താങ്കൾക്ക് പറയാം, പക്ഷെ കള്ളം പറഞ്ഞു പോകരുത്. കള്ളം തിരുത്തപ്പെടും. ഒരു കള്ളം ഒരു പ്രാവശ്യം പറഞ്ഞാലും പല പ്രാവശ്യം പറഞ്ഞാലും കള്ളത്തെ തിരുത്തപ്പെടും. അങ്ങനെ തിരുത്തി തന്നെ രണ്ട് വാചകങ്ങൾ പഠിച്ചോണ്ട് വന്നേക്കുക. അല്ല താങ്കൾ പഠിച്ച ഞാൻ കേട്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ എന്റെ പൊന്നു സുഹൃത്തേ, താങ്കൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിനെ പറ്റി ആശങ്കപ്പെടുമ്പോ ഈ കേരളത്തിനകത്ത് കൂത്തുപറമ്പിൽ 10 പേരുടെ ജീവൻ എടുത്ത പാർട്ടിയാണ് ഞങ്ങൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് കരയുന്നത്. 10 ചെറുപ്പക്കാരുടെ ജീവനെടുത്ത പാർട്ടി, 10 ചെറുപ്പക്കാരെ ഒരു മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി 10 ചെറുപ്പക്കാരുടെ പച്ചയായ ശരീരത്തിലേക്ക് വെടിയുണ്ട വെച്ച പാർട്ടി വന്നിരുന്നിട്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് എന്ന് പറഞ്ഞ് കരയാണ്. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കേണ്ടി വന്നു. എന്തുകൊണ്ട് ഉപയോഗിക്കേണ്ടി വന്നു? പാർലമെന്റിനകത്തേക്ക് കയറാൻ ഒരു മോബ് തയ്യാറാകുമ്പോ പാർലമെന്റിനെ ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു മോബിന് നേരെ പോലീസിന് സ്വാഭാവികമായി ലോ ആൻഡ് ഓർഡർ കാത്തുസൂക്ഷിക്കണമെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകണം. അത് സുപ്രീം കോടതി കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. വെറുതെ രാഹുൽ ഗാന്ധിയെ പോലെ ആവരുത്. മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധിയെ പോലെ ആകരുത്. കള്ളം പറഞ്ഞ് മാത്രം ജീവിക്കുന്ന ആളുകളായി വിളിക്കണ്ടേ? നിങ്ങൾ വ്യക്തമാണല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് വിളിപ്പിക്കുക. KPCC ഓഫീസിലേക്കൊക്കെ സമരം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. KPCC ഓഫീസിൽ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പറയുന്നത് പാർലമെന്റിലേക്ക് അല്ലേ? പാർലമെന്റിലേക്ക് മറുപടി പറയാൻ പറയുന്നേ. എന്റെ പൊന്നു സുഹൃത്തെ, അമിത്ഷാജി പാർലമെന്റിലേക്ക് വരുമ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച ഒരു CPM നേതാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്. അമിത്ഷാജിയും നരേന്ദ്രമോദിയും ഒക്കെ പാർലമെന്റിലേക്ക് കയറി വരുമ്പോ പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കന്മാരുടെയൊക്കെ ശബ്ദം അടഞ്ഞു പോകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. CPM-ന്റെ ഒരു രാജ്യസഭാ MP ഇവിടെ RSS-ന്റെ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ് തള്ളുന്ന ഒരു രാജ്യസഭാ MP പറഞ്ഞിട്ടുണ്ട്. ഇനി അമിത്ഷാജിയുടെ മുന്നിൽ അമിത്ഷാജി ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങളുടെ എല്ലാവർക്കും മറുപടി ഉണ്ടോ? അമിത്ഷാജി പാർലമെന്റിൽ വന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്തു. അമിത്ഷാജി ചോദിച്ച ഒരു ചോദ്യത്തിന് രജനിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മറുപടി ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ ഫാക്ടിനെ എതിർക്കാനുണ്ടോ? എന്റെ ചോദ്യം ഞാൻ പറഞ്ഞ ഫാക്ടിനെ എതിർക്കാനുണ്ടോ? രജൻ പറഞ്ഞ കള്ളത്തരത്തെ അല്ല. ഞാൻ വിശദീകരിച്ചു. ഏതെങ്കിലും ഒരു വാക്കിൽ തെളിയിക്കാൻ പറ്റുമോ? രജൻ മറുപടി പറയൂ. അസാധാരണ സാഹചര്യങ്ങളിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാമെന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് പറയുക കൂടി ചെയ്തിട്ടുണ്ട്. ആ അസാധാരണ സാഹചര്യം എന്താണെന്ന് അങ്ങേക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പാർലമെന്റ് ആക്രമിക്കാൻ തയ്യാറായി ഒരു ജനക്കൂട്ടം നിൽക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവുമുള്ള നടപടികൾ ഒരുപക്ഷെ ഒരു സേനയ്ക്ക് എടുക്കേണ്ടി വന്നേക്കാം. പറയൂ താങ്കൾ. നന്ദുവിനെ ചിലപ്പോൾ വേദനിക്കത്തില്ലായിരിക്കാം, നീലിമയ്ക്ക് ചിലപ്പോൾ വേദനിക്കത്തില്ലായിരിക്കും. പക്ഷേ പോലീസ് നടപടികൾ ഏറ്റെടുത്തിട്ടുള്ള സമരപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് ചിലപ്പോൾ വേദനിക്കും. ഞാൻ ചോദിച്ചത് കാരണം താങ്കൾക്ക് മാന്യമായി പ്രത്യേകമായ രാഷ്ട്രീയം ഞങ്ങളെ പോലെയുള്ളവർക്ക് വേദനിക്കും. കാരണം എന്താ അറിയാമോ, ഇതുപോലെയുള്ള ഒരു പ്രശ്നം എനിക്ക് മുമ്പ് ഞാൻ ഇതുപോലെ ഫ്ലോറിൽ തന്നെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇത് അന്ന് വിദ്യാർത്ഥികൾക്കെതിരെ ഈ പറയുന്ന ഡൽഹി പോലീസ് കാണിച്ച അതേ നരനായായിട്ട് കേരളത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഈ പറയുന്ന കേരള പോലീസ്, പിണറായിയുടെ പോലീസ് നടത്തിയിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയാമോ? നിലയ്ക്കല്.
നിലയ്ക്കൽ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് സമരം ചെയ്യുമ്പോൾ അപ്പുറത്ത് ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമിതികളോട് സമരം നടക്കുമ്പോൾ ആ സമരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പോലീസ് നരനായാട്ട് നടത്തിയപ്പോൾ ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ സമരവുമായി ബന്ധപ്പെട്ട് എന്റെ ഇടതും വലതും നിന്ന നിറയെ ചെറുപ്പക്കാരെ ആക്രമിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ അതിക്രൂരമായി തന്നെ പോലീസ് ആക്രമിച്ചിട്ടുണ്ട്. ആ അക്രമം കണ്ടുകൊണ്ട് നിന്ന് അല്ലെങ്കിൽ ആക്രമത്തെ പരിക്കേറ്റിട്ടുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പോലീസ് സംവിധാനങ്ങൾ എപ്പോഴും ക്രൂരമായി പെരുമാറുന്നത് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അതേ രീതിയിലാണ് ഡൽഹിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ. അവിടെ പോലീസാണ് നരനായിട്ട് സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ചെയ്തത്. ഇവിടെ നിലയ്ക്കൽ ശബരിമല അയ്യപ്പ ഭക്തർക്കെതിരെയാണെങ്കിൽ അവിടെ വിദ്യാർത്ഥികൾക്കെതിരെ ചെയ്തതാണ്. ആ നരനായകത്തിനകത്ത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ പരിക്ക് പറ്റിയിട്ടുണ്ട്.